നമുക്ക് പറമ്പിൽ നടാനുള്ള വാഴക്കന്ന് എത്തിയിട്ടുണ്ട്. ഇത് കർണാടകയിലെ കന്നാണ്. വണ്ടിക്കാർ അതിൻ്റെ ഓരോ ഏജൻസിമാർ കൊടുന്നു തരുന്നതാണ്. ഇപ്പോൾ ഒരു കന്നിന് 16 രൂപ വില വന്നു. തേനി കോട്ടയം ഇനത്തിൽപ്പെട്ട ഇനമാണ്. 10 മാസം കാലാവധി. അവർ സൈറ്റ് ഡെലിവറി ഫ്രീ ആയിട്ട് തന്നു. 650 കന്ന് ഒന്നിച്ച് ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ മഞ്ചേരി അവിടെയൊക്കെ പോയി എടുക്കണം. വണ്ടിക്കൂലി സെപ്പറേറ്റ് വരും. ഈ കർണാടകയിൽ നിന്ന് വരുന്ന കന്നിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കണ്ടോ, നല്ല വെളുത്ത കന്നായിരിക്കും. ഇതാണ് നല്ല കന്നിൻ്റെ ലക്ഷണം. പുഴുക്കേട് ഇല്ല, വേറെ കളതുറപ്പനോ ഒരു കുത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ ജസ്റ്റ് മരുന്നിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ചാണകപ്പാലിൽ മുക്കണം. അതല്ലെങ്കിൽ സൂഡോമോണസോ മറ്റുള്ള ജൈവ കുമിൾ ചേർത്ത ലായനിയിൽ മുക്കിയിട്ട് ഒന്ന് വലിഞ്ഞ ശേഷം നട്ടാൽ മതി. ഇതിലിപ്പോൾ ഇതുണ്ട്, ഈ കന്നൊക്കെ കണ്ടോ, ഉരുണ്ട കന്നാണ്. ഏകദേശം ഒരു 900 ഗ്രാം, 100 1 കിലോ തൂക്കം വരുന്ന കന്നുകളാണ് നടാൻ ഏറ്റവും നല്ലത്. ഇതുപോലത്തെ ചെറിയ കന്നുകളാണ് ബെസ്റ്റ്. സൂചിക്കന്ന്, ഇല വിരിയാത്ത കന്നുകളാണിത്. അങ്ങനത്തെ കന്നുകൾ നടുമ്പോൾ നല്ല വാഴയ്ക്ക് നല്ല വളർച്ചയുണ്ടാവും. അത്യാവശ്യം നല്ല കൊലയും കിട്ടും. ഇതിപ്പോൾ അതിൽപ്പെട്ട ഒരു കന്നാണ്, വലിയൊരു കന്നാണിത്. ഒരു 2 കിലോ വെയിറ്റ് ഉണ്ടാവും. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ വണ്ണം കണ്ടോ, ഇത്രയും വണ്ണമല്ല വാഴ ഇല വിരിഞ്ഞ് വളർന്നിട്ടുണ്ടാവും. അതവർ പിരിച്ചെടുത്ത് വെട്ടിയതാണ്. നമ്മൾ വണ്ടി കിടക്കുമ്പോൾ സൈറ്റ് ഡെലിവറിയൊക്കെ ആകുമ്പോൾ നമുക്കിതേപോലത്തെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് കന്നുകൾ ഇങ്ങനത്തത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ വാഴ തുടക്കത്തിൽ നല്ല ഉഷാറായിട്ട് വരും. ഇത് അതിൽപ്പെട്ടൊരു കന്നാണ്. തുടക്കത്തിൽ നല്ല ഉഷാറായിട്ട് വരും. പിന്നെ കൊല വരുമ്പോൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ചെറിയ കൊലയായിരിക്കും. അപ്പോൾ സാധാരണ ഒരു ചെറിയ കന്ന്, ഈ ഒരു സൂചിക്കന്നിന് ഒരു 10 കിലോ അല്ലെങ്കിൽ 8 to 10 12 കൊല കിട്ടുന്നതാണെങ്കിൽ, വലിയ കന്നിൻ്റെ ആണെങ്കിൽ 6 to 8 8 to 10 അങ്ങനെ ഒരു 2 കിലോൻ്റെ മാറ്റമൊക്കെ കാണും. അപ്പോൾ കന്നുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ